നിങ്ങൾ ഒരു ബാങ്കിൽ പലിശയില്ലാത്ത അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുന്നു. ബാങ്കിലെ അക്കൗണ്ടുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഒരു മെഷീൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നിങ്ങൾ ന്യായമായും പ്രതീക്ഷിക്കും ഏതാനും ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ അതേ തുക തന്നെ അവിടെ കാണുമെന്ന്. ഒരു പൈസ പോലും കൂടുതൽ കാണുകയില്ല, ഒരു പൈസ പോലും കുറവും കാണുകയില്ല. പക്ഷേ നോൺ ബയോളജിക്കൽ രാജ്യത്തെ വോട്ടിംഗ് മെഷീനിലുള്ള പണം, അതായത് വോട്ടുകളുടെ എണ്ണം മാജിക്കലായി വർദ്ധിക്കും. നിങ്ങൾ ഇട്ടതിലും വലിയൊരളവിൽ വോട്ടുകൾ ഏതാനും ദിവസം കഴിഞ്ഞ് എണ്ണി നോക്കുമ്പോൾ ആ മെഷീനിൽ കാണിക്കുക എന്ന് പറഞ്ഞാൽ നോൺ ബയോളജിക്കൽ ദൈവത്തിന്റെ അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ. ഇതുൾപ്പെടെ മഹാരാഷ്ട്ര ഇലക്ഷന്റെ 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ അവലോകനം ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ വോട്ട് എണ്ണി കഴിഞ്ഞപ്പോൾ പോൾ ചെയ്തതിനേക്കാൾ 5,04,313 അധികം വോട്ടുകളാണ് എണ്ണിയത്. ഒരു തരത്തിലും ഒരു വോട്ടുകൾ കൂടുതലോ കുറവോ കാണാൻ പാടില്ല. കാരണം അത്ര മികച്ച സോഫ്റ്റ്വെയർ ആണ് വോട്ടിംഗ് മെഷീനിൽ ഉപയോഗിക്കേണ്ടത്. ഒരു ബാങ്കിലെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന സോഫ്റ്റ്വെയർ പോലെ, അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്ററിന്റെ ഉള്ളിൽ കാണുന്ന സോഫ്റ്റ്വെയർ പോലെ കൃത്യമായിരിക്കണം അത് കാണിക്കുന്ന കൗണ്ട്. അങ്ങനെ കൃത്യമല്ലെങ്കിൽ ഇത് ഒരു തരത്തിലും വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഒരു ബാങ്കിന്റെ അക്കൗണ്ട് സൂക്ഷിക്കുന്ന സോഫ്റ്റ്വെയറിനേക്കാൾ വിശ്വസനീയമായിരിക്കണം ജനവിധി സൂക്ഷിക്കുന്ന സോഫ്റ്റ്വെയർ. ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വളരെ വിശ്വസനീയമാണ് എന്നാണ്. കൃത്യമല്ലാത്ത നമ്പർ കാണിക്കുന്ന ഒരു മെഷീൻ എങ്ങനെയാണ് അല്പമെങ്കിലും വിശ്വസനീയമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയുക? അതും ഇവിടെ 1-2 വോട്ടിന്റെ വ്യത്യാസമല്ല വന്നിരിക്കുന്നത്, 5 ലക്ഷത്തിലധികം വോട്ടുകളുടെ വ്യത്യാസമാണ്. ഇത് വയറിൽ അതിനെക്കുറിച്ച് വന്ന ലേഖനത്തിന്റെ ഹെഡിംഗ് ആണ് ഇത്. ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് പ്രകാരം മഹാരാഷ്ട്രയിലെ അവസാന വോട്ടർ ടേൺ ഔട്ട് 66.05%. അതായത് മൊത്തം പോൾ ചെയ്ത വോട്ടുകൾ 6,40,88,195. പക്ഷേ കൗണ്ട് ചെയ്ത വോട്ടുകൾ എല്ലാം കൂട്ടി നോക്കുമ്പോൾ ലഭിക്കുന്നത് 6,40,90,508 ആണ്. അതായത് 5,04,313 വോട്ടുകൾ അധികമായി എണ്ണിയിരിക്കുന്നു. ഇതുവരെ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ മൗനം പാലിക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ജനങ്ങളെല്ലാം വലിയ ഇലക്ഷൻ അട്ടിമറി നടക്കുന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങിയതിനാൽ ഇതിന് ഒരു വിശദീകരണം കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതമായി. അവർ പറഞ്ഞ വിശദീകരണം 5,38,000-ലധികം പോസ്റ്റൽ വോട്ടുകൾ കണക്കാക്കാതെയാണ് ഈ കണക്കുകൂട്ടൽ നടത്തിയിരിക്കുന്നത് എന്നാണ്. എല്ലാവർക്കും സംഖ്യബുദ്ധി ആയിരിക്കണം എന്നാണ് ഇലക്ഷൻ കമ്മീഷന്റെ ആഗ്രഹം. ഏതൊരു തെരഞ്ഞെടുപ്പിലും പുറത്തുവിടുന്ന പോളിംഗ് ശതമാനം പോസ്റ്റൽ വോട്ടുകൾ ഉൾപ്പെടെയുള്ളവയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം. ഇതുവരെയും അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഈ ന്യായീകരണം വെറും സംഖ്യ ന്യായീകരണമായി കണക്കാക്കാനേ സാധിക്കൂ. ഇനി രണ്ടാമത്തെ കാര്യം, വോട്ടെടുപ്പ് നടന്ന ദിവസം വൈകുന്നേരം 5 മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ട പോളിംഗ് പെർസെന്റേജ് 58.22%. അതേ ദിവസം രാത്രി 11:30 ആയപ്പോൾ അത് 65.02% വർദ്ധിച്ചു. സാധാരണഗതിയിൽ അവസാന കണക്ക് വരുമ്പോൾ പോളിംഗ് പെർസെന്റേജിൽ വ്യത്യാസം വരും. എന്നാൽ ഈ 7% വ്യത്യാസം വളരെ അവിശ്വസനീയമാണ് എന്ന് തന്നെ പറയണം. അതിനുശേഷം വോട്ടെണ്ണുന്നതിന് മുൻപായി ഇത് 66.05%-ലേക്ക് വർദ്ധിച്ചു. അങ്ങനെ 7.83% വലിയ വർധനമാണ് പോളിംഗ് പെർസെന്റേജിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഓരോ മണ്ഡലങ്ങളിലും 26,500-ൽ അധികം വോട്ടുകൾ. എന്നാൽ ഇന്ത്യ മുന്നണി വിജയിച്ച ജാർഖണ്ഡിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ വലിയ അഭൂതപൂർവമായ വർധനമാണ് എന്ന് വളരെ വ്യക്തമാവും. ജാർഖണ്ഡിലെ ആദ്യഘട്ട പോളിംഗിൽ വൈകിട്ട് 5 മണിക്ക് പുറത്തുവിട്ട പോളിംഗ് ശതമാനം 64.86, രാത്രി 11:30 പുറത്തുവിട്ട പോളിംഗ് ശതമാനം 66.48. പിന്നീട് അതിൽ വർധനവ് ഉണ്ടായില്ല. അതായത് ആദ്യത്തെ പോളിംഗിൽ 5 മണിക്ക് പുറത്തുവിട്ട കണക്കും 11:30 പുറത്തുവിട്ട കണക്കും തമ്മിലുള്ള വ്യത്യാസം 1.79% മാത്രം. ഈ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യഘട്ടത്തിലെ 43 സീറ്റുകളിൽ NDA വിജയിച്ചത് വെറും 17 സീറ്റുകളിൽ മാത്രമാണ്. ഇനി ജാർഖണ്ഡിലെ 2ാം ഘട്ട പോളിംഗിന്റെ ഡേറ്റ ഇങ്ങനെയാണ്. വൈകുന്നേരം 5 മണിക്ക് പുറത്തുവിട്ട പോളിംഗ് ശതമാനം 67.59, രാത്രി 11:30 പുറത്തുവിട്ട പോളിംഗ് ശതമാനം 68.45, വെറും 0.86% മാത്രം വർധനവ്. 2ാം ഘട്ട പോളിംഗിൽ തെരഞ്ഞെടുപ്പ് നടന്ന 38 സീറ്റുകളിൽ NDAക്ക് ലഭിച്ചത് വെറും 7 സീറ്റുകൾ. എന്നാൽ മഹാരാഷ്ട്രയിലാകട്ടെ ഏതാണ്ട് 8% വോട്ടുകളുടെ വ്യത്യാസമാണ് വന്നത്. അതുവഴി നോൺ ബയോളജിക്കലായി മഹാരാഷ്ട്ര മുഴുവൻ തൂത്തുവാരുകയും ചെയ്തു. ഈ 2 സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് വളരെ വ്യക്തമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിയല്ലേ?